ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ ലാനിന ഈ മാസം ആരംഭിക്കാൻ സാധ്യതയില്ലെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. നേരത്തെ ഈ മാസം അവസാനത്തോടെ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റേതുൾപ്പെടെ പ്രവചനം. എന്നാൽ നിലവിലെ സൂചനയനുസരിച്ച് ലാനിന വൈകിയേക്കും. അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികളും ഈ സൂചനയാണ് നൽകുന്നത്. ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് ലാനിന ആഗസ്റ്റിലുണ്ടാകില്ലെന്ന് ഉറപ്പിക്കാമെന്ന് മെറ്റ്ബീറ്റ് വെതർ സ്ഥാപകൻ വെതർമാൻ കേരള പറയുന്നു. പസഫിക് സമുദ്രത്തിൽ എൽനിനോ സൗതേൺ ഓസിലേഷൻ നിലവിൽ ന്യൂട്രൽ സ്ഥിതിയിൽ തുടരുകയാണ്. പസഫിക് സമുദ്രത്തിലെ താപനിലയുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളാണിവ. എൽനിനോ പ്രതിഭാസത്തിന്റെ വിപരീത പ്രതിഭാസമാണ് ലാനിന. രണ്ടു പ്രതിഭാസവും വിവിധ രാജ്യങ്ങളിലെ കാലാവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്താറുണ്ട്. എൽനിനോ സാധാരണ ഇന്ത്യയിൽ വരൾച്ചയ്ക്ക് കാരണമാകാറുണ്ട്. അതേസമയം ലാനിന അതിവർഷമാണുണ്ടാക്കുക. എന്നാൽ എൽനിനോയും ലാനിനയും മാത്രമല്ല ഇന്ത്യൻ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കൂടി ഇന്ത്യൻ കാലാവസ്ഥയിൽ പ്രധാനമാണ്. ആയതിനാൽ എൽനിനോ വന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും വരൾച്ചയുണ്ടാകില്ല എന്നതും ലാനിന വന്നാൽ എല്ലായിടത്തും അതിവർഷവുമുണ്ടാകില്ല എന്നതുമാണ് വസ്തുത. അതിനാൽ മറ്റു കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുക എന്ന് ചുരുക്കം. നേരത്തെ നിലനിന്നിരുന്ന എൽനിനോ പ്രതിഭാസം കഴിഞ്ഞ ഏപ്രിലിലാണ് അവസാനിച്ചത്. എൽനിനോ മൂലം രാജ്യത്ത് ഇത്തവണ കനത്ത ചൂടും മഴക്കുറവും അനുഭവപ്പെട്ടിരുന്നു. ഇനി ലാനിന വരുന്നതോടെ രാജ്യത്ത് മഴ വർദ്ധിക്കാനാണ് സാധ്യത. ഏതായിരുന്നാലും ഒക്ടോബറോടെ ലാനിന ഉറപ്പിക്കാം. എങ്കിലും വരാനിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായേക്കും. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂട്രൽ സ്ഥിതിയിലുള്ള ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അതേ അവസ്ഥയിൽ തന്നെ തുടരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗങ്ങൾ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.